ഭൂമിയുടെ ഏക ഉപഗ്രഹം ഏതാണ്? ഉത്തരം ചന്ദ്രൻ. ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ആകാശഗോളം ഏതാണ്? ഉത്തരം ചന്ദ്രൻ. സൗരയൂഥത്തിലെ അഞ്ചാമത്തെ വലിയ ഉപഗ്രഹം? ഉത്തരം ചന്ദ്രൻ. ചന്ദ്രന്റെ ലാറ്റിൻ നാമം എന്താണ്? ഉത്തരം ലൂണ. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ശരാശരി ദൂരം എത്രയാണ്? ഉത്തരം 3,84,404 കിലോമീറ്റർ. ചന്ദ്രനെ കുറിച്ചുള്ള പഠനശാഖ? ഉത്തരം സെലനോളജി. ചിത്രങ്ങളിലൂടെ ചന്ദ്രന്റെ ഉപരിതല പഠനം നടത്തുന്ന ശാസ്ത്രശാഖ? ഉത്തരം സെലനോഗ്രാഫി. സെലനോഗ്രാഫിയുടെ പിതാവ്? ഉത്തരം ജോഹാൻസ് റോട്ടൺ. ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം? ഉത്തരം 1.3 സെക്കൻഡ്. ഭൂമിക്ക് ചുറ്റും ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കുവാൻ ചന്ദ്രന് ആവശ്യമായ സമയം? ഉത്തരം 27 ദിവസം 7 മണിക്കൂർ 43 മിനിറ്റ്. ഭ്രമണവും പരിക്രമണവും തുല്യമായ ആകാശഗോളം? ഉത്തരം ചന്ദ്രൻ. ചന്ദ്രന്റെ ഭ്രമണവും പരിക്രമണവും തുല്യമായതിനാൽ ചന്ദ്രന്റെ ഒരു വശം മാത്രമേ ഭൂമിയിൽ നിന്നും കാണാൻ സാധിക്കൂ. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രന്റെ എത്ര ശതമാനം ഭാഗമാണ് കാണാൻ കഴിയുന്നത്? ഉത്തരം 59%. ഭൂമിയിൽ നിന്നും കാണാൻ കഴിയാത്ത ചന്ദ്രന്റെ ഭാഗം ഫോട്ടോയിൽ പകർത്തിയ പേടകം? ഉത്തരം ലൂണ 3. ഒരു ചന്ദ്രമാസം എന്നത് എത്ര ദിവസമാണ്? ഉത്തരം 29.5 ദിവസം. അമാവാസി മുതൽ പൗർണമി വരെയുള്ള കാലയളവിൽ ചന്ദ്രകല വലുതാകുന്ന പ്രതിഭാസം? ഉത്തരം വൃദ്ധി. പൗർണമി മുതൽ അമാവാസി വരെയുള്ള കാലയളവിൽ ചന്ദ്രകല ചെറുതായി വരുന്ന പ്രതിഭാസം? ഉത്തരം ക്ഷയം. ഒരു മാസത്തിനിടയ്ക്കുണ്ടാകുന്ന രണ്ടാമത്തെ പൂർണ്ണചന്ദ്രൻ അറിയപ്പെടുന്ന പേര്? ഉത്തരം നീലചന്ദ്രൻ. ചന്ദ്രൻ അതിന്റെ ഭ്രമണപഥത്തിൽ ഭൂമിയോട് അടുക്കുന്ന പ്രതിഭാസം? ഉത്തരം സൂപ്പർ മൂൺ. ചന്ദ്രനും ഭൂമിക്കുമിടയിൽ ഏറ്റവും അകലം കുറയുന്ന സ്ഥാനം? ഉത്തരം പെരിജി. ചന്ദ്രനും ഭൂമിക്കുമിടയിൽ ഏറ്റവും അകലം കൂടുന്ന സ്ഥാനം? ഉത്തരം അപ്പോജി. ചന്ദ്രന്റെ പലായന പ്രവേഗം എത്രയാണ്? ഉത്തരം 2.38 കിലോമീറ്റർ പെർ സെക്കൻഡ്. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിന്റെ എത്ര ഭാഗമാണ് ചന്ദ്രനിൽ അനുഭവപ്പെടുന്നത്? ഉത്തരം 1/6. ചന്ദ്രന്റെ ഭാരം ഭൂമിയുടെ ഭാരത്തിന്റെ എത്രയാണ്? ഉത്തരം 81/1. ചന്ദ്രനിലെ ആകാശത്തിന്റെ നിറം? ഉത്തരം കറുപ്പ്. ചന്ദ്രനിൽ അന്തരീക്ഷം ഇല്ലാത്തതിനാലാണ് ആകാശം കറുത്ത നിറത്തിൽ കാണപ്പെടുന്നത്. ചന്ദ്രനിൽ ഒരു സ്ഫോടനമുണ്ടായാൽ ഭൂമിയിൽ ആ ശബ്ദം കേൾക്കാൻ സാധിക്കാത്തതിന് കാരണം ചന്ദ്രനിൽ വായു ഇല്ലാത്തതുകൊണ്ടാണ്. ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹം? ഉത്തരം ടൈറ്റാനിയം. ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന മൂലകം? ഉത്തരം സിലിക്കൺ. ഭൂമിയിൽ ഇല്ലാത്തതും ചന്ദ്രനിൽ കണ്ടെത്തിയതുമായ രാസസംയുക്തം? ഉത്തരം ക്രീപ്പ്. ചന്ദ്രനിലെ മണ്ണ് അറിയപ്പെടുന്ന പേര്? ഉത്തരം റെഗോലിത്. ചന്ദ്രനിലെ നിരപ്പുള്ളതും പഴക്കം കുറഞ്ഞതുമായ പ്രദേശം? ഉത്തരം മരിയ. ചന്ദ്രന്റെ ഉപരിതലത്തിലെ തെളിഞ്ഞ ഭാഗങ്ങൾ അറിയപ്പെടുന്ന പേര്? ഉത്തരം ടെറേ. ചന്ദ്രനിലെ ഗർത്തങ്ങൾ നിറഞ്ഞ പ്രദേശം? ഉത്തരം
ഹൈലാൻഡ്സ്. ചന്ദ്രനിലെ ഗർത്തങ്ങളെ ആദ്യമായി നിരീക്ഷിച്ചത് ആരാണ്? ഉത്തരം ഗലീലിയോ. ചന്ദ്രനിലെ ഏറ്റവും ആഴം കൂടിയ ഗർത്തം? ഉത്തരം ന്യൂട്ടൺ ഗർത്തം. ചന്ദ്രനിലെ ഏറ്റവും തെളിഞ്ഞ ഗർത്തം? ഉത്തരം അരിസ്റ്റാർക്ക്. ചന്ദ്രനിലെ ഏറ്റവും വലിയ ഗർത്തം? ഉത്തരം ബെയ്ലി ഗർത്തം. ഏത് ആകാശഗോളത്തിലെ ഗർത്തങ്ങൾക്കാണ് ഭാരതീയ ശാസ്ത്രജ്ഞരുടെ പേരുകൾ നൽകിയിട്ടുള്ളത്? ഉത്തരം ചന്ദ്രൻ. ചന്ദ്രനിലെ ഏറ്റവും വലിയ പർവ്വതനിര? ഉത്തരം മോൺസ് റോഗ്. ചന്ദ്രനിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതം? ഉത്തരം മോൺസ് ഹാഗൻസ്. സോവിയറ്റ് യൂണിയന്റെ ചാന്ദ്ര ദൗത്യം? ഉത്തരം ലൂണ. ചന്ദ്രനെ ആദ്യമായി ഭ്രമണം ചെയ്ത പേടകം? ഉത്തരം ലൂണ 10. ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യത്തെ ബഹിരാകാശ വാഹനം? ഉത്തരം ലൂണ 2. ചന്ദ്രനിൽ നിന്നും മണ്ണും പാറക്കഷ്ണങ്ങളും ഭൂമിയിലെത്തിച്ച പേടകം? ഉത്തരം ലൂണ 16. അമേരിക്കയുടെ ചാന്ദ്ര ദൗത്യം? ഉത്തരം അപ്പോളോ. മനുഷ്യനെ വഹിച്ചുകൊണ്ട് ചന്ദ്രനെ വലം വെച്ച ആദ്യ പേടകം? ഉത്തരം അപ്പോളോ 8. മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ എത്തിച്ച വാഹനം? ഉത്തരം അപ്പോളോ 11. അപ്പോളോ 11 നിയന്ത്രിച്ചിരുന്ന വ്യക്തി? ഉത്തരം മൈക്കൽ കൊളീൻസ്. അപ്പോളോ 11നെ ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇറങ്ങാൻ സഹായിച്ച ചെറുവാഹനം? ഉത്തരം ഈഗിൾ. ചന്ദ്രനിൽ കാല് കുത്തിയ ആദ്യ വ്യക്തി? ഉത്തരം അമേരിക്കക്കാരനായ നീൽ ആംസ്ട്രോങ്. ചന്ദ്രനിൽ കാല് കുത്തിയ രണ്ടാമത്തെ വ്യക്തി? ഉത്തരം എഡ്വിൻ ആൽഡ്രിൻ. മാഗ്നിഫിസന്റ് ഡിസൊലേഷൻ, ദ ലോങ് ജേർണി ഹോം, ഫ്രം ദ മൂൺ, മെൻ ഫ്രം എർത്ത് എന്നീ കൃതികൾ രചിച്ചത് ആരാണ്? ഉത്തരം എഡ്വിൻ ആൽഡ്രിൻ. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ ഭാഗം? ഉത്തരം പ്രശാന്തിയുടെ സമുദ്രം. മനുഷ്യന് ഒരു ചെറിയ കാൽവെപ്പ്, മാനവരാശിക്ക് ഒരു വലിയ കുതിച്ചുചാട്ടം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഉത്തരം നീൽ ആംസ്ട്രോങ്. മനുഷ്യകുലത്തിന് നന്മ വരാൻ ചാന്ദ്രയാത്രയ്ക്ക് കഴിയട്ടെ എന്ന് അഭിപ്രായപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രപതി? ഉത്തരം വി ഗിരി. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ സമയത്തെ അമേരിക്കൻ പ്രസിഡന്റ്? ഉത്തരം റിച്ചാർഡ് നിക്സൺ. ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി? ഉത്തരം അലൻ ഷെപ്പേർഡ്. ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി? ഉത്തരം ചാൾസ് ഡ്യൂക്ക്. ഏറ്റവും ഒടുവിൽ ചന്ദ്രനിൽ ഇറങ്ങിയ വ്യക്തി? ഉത്തരം യൂജിൻ സർനാൻ. ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര പര്യവേഷണ പദ്ധതി? ഉത്തരം ചാന്ദ്രയാൻ 1. ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ച തീയതി? ഉത്തരം 2008 ഒക്ടോബർ 22. ചന്ദ്രന്റെ പ്രദക്ഷിണ പഥത്തിൽ ചാന്ദ്രയാൻ 1 എത്തിയത് എപ്പോഴാണ്? ഉത്തരം 2008 നവംബർ 8. ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ച സ്ഥലം? ഉത്തരം ശ്രീഹരിക്കോട്ട. ചന്ദ്രന്റെ പ്രദക്ഷിണ പഥത്തിൽ ചാന്ദ്രയാൻ 1 എത്തിയത് എന്നായിരുന്നു? ഉത്തരം 2008 നവംബർ 8. ചാന്ദ്രയാന്റെ പ്രവർത്തനം അവസാനിച്ചതായി ISRO പ്രഖ്യാപിച്ചത് എന്നായിരുന്നു? ഉത്തരം 2009 ഓഗസ്റ്റ് 29.
ചാന്ദ്രയാൻ 1 എത്ര ദിവസമാണ് പ്രവർത്തന നിരതമായിരുന്നത്? ഉത്തരം 312 ദിവസം. ചാന്ദ്രയാൻ 1 ദൗത്യത്തിന്റെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ആരായിരുന്നു? ഉത്തരം JN ഗോസ്വാമി.